not that you hear the gospel and you try to change. It's the hearing of the gospel that changes you. പൗലോസ് പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് ഒരു അപമാനവുമില്ല, കാരണം it has power. അതിൽ ശക്തി ഉണ്ട് എന്നല്ല പറഞ്ഞത്, അതാണ് ശക്തി. സുവിശേഷം ഞാൻ കേട്ടു, നീ നന്നാകണം എന്ന് കേട്ടു. നന്നാകണം എന്ന് കേട്ടത് കൊണ്ട് ഞാൻ നന്നാകാൻ ശ്രമിക്കുകയല്ല. സുവിശേഷം യേശു നല്ലതാണെന്നുള്ളതാണ്. ആ യേശുവിൽ വിശ്വസിക്കുന്ന നിന്നെ ഒരു നല്ലത് ചെയ്യാതെ നല്ലതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ പൂർത്തീകരണം. ഓടിയില്ല, പക്ഷെ ഓടി ജയിച്ചവന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഒന്നും ചെയ്തില്ല, ഒന്നും മുടക്കിയില്ല, പക്ഷെ എന്നെ ദൈവം പരിഗണിക്കുന്നത് സാക്ഷാൽ നീതിമാനായിട്ടാണ്. എന്നെ പെർഫെക്റ്റ് ആക്കുന്ന ലവ്, എന്നെ പെർഫെക്റ്റ് ആക്കുന്ന സ്നേഹം, ഇതാണ് ഗോസ്പൽ പറയുന്നത്. ഇത് എന്നെ ട്രാൻസ്ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ, ഞാൻ പാപം ചെയ്തിട്ടിരിക്കുമ്പോഴും യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. നിന്റെ പാപത്തിന്റെ ഇടയിലും നിന്റെ ശ്രദ്ധ സുവിശേഷത്തിലേക്ക് തിരിച്ചാൽ, നിന്റെ തലമുറ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ഒലക്ക വെട്ടി അടിക്കുമെന്ന് പറഞ്ഞാലും രക്ഷയില്ല. അവന്റെ പരസ്യത്തിൽ ചെയ്യത്തില്ലെന്നേ ഉള്ളൂ, രഹസ്യത്തിൽ ഡബിൾ ചെയ്യും. എന്നാൽ അവനോട് പറയണം, നീ ദൈവത്തിന്റെ നീതിയാണ്, നിന്റെ അകത്ത് യേശു വസിക്കുന്നുണ്ട്, നീ പാപത്തിന് മരിച്ചു നീതിക്ക് ജീവിക്കുകയാണ്. ഈ preaching the gospel to them, അവരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സുവിശേഷം അവനിൽ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. പാപം ചെയ്യുമ്പോ കണ്ടം ചെയ്യരുത്, കുറ്റം പറയരുത്, പകരം സുവിശേഷം കൊടുക്കണം.